അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ നല്ല ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോഴിക്കോടൻ സ്റ്റൈലിൽ ദം ചെയ്തിട്ടുള്ള ബീഫ് ബിരിയാണി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. റൈസിനും മസാലക്കൊക്കെ നല്ല ഫ്ലേവറാണ്. പ്രിപ്പറേഷനൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ പോലെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇറച്ചി ഇതവിടെ കഴുകി നല്ലോണം വെള്ളമൊക്കെ വാർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ കിട്ടുന്ന ബീഫ് വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇറച്ചിയാണ്. നല്ല ഇളയ ഇറച്ചിയാണ്. ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് നമ്മളെ നാട്ടിലത്തെ ആ ഒരു മൂരിയിറച്ചി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിൻ്റെ ഫ്ലേവർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുക. തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ കിട്ടുന്ന തൈരിൻ്റെ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിക്ക് നല്ല എല്ലുള്ള ഇറച്ചി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എനിക്കിവിടെ ഇതുപോലത്തെ എല്ലില്ലാത്ത ഇറച്ചിയാണ് ഈ ഒരു ടൈപ്പ് ഇറച്ചി കിട്ടുന്നത്. എല്ലുള്ള ഇറച്ചി കിട്ടും, പാകിസ്ഥാൻ ബീഫും ലോക്കൽ ബീഫൊക്കെ കിട്ടും. പക്ഷേ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നല്ല പോലെ കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പും പൊളിയും പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിരിക്കും. നമ്മൾ തൈരും ചെറുനാരങ്ങ നീരൊക്കെ കൂട്ടി കുഴച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ബീഫ് പെട്ടെന്ന് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനയില കരിവേപ്പിൻ്റെ ഇല അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ ബിരിയാണി റെഡിയാക്കാനുള്ള പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതാ നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 3 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു കൈപ്പിടി ഉണ്ടായിരുന്നു. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിതാ 15 പച്ചമുളക് ചതച്ചെടുത്താണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് 10-15 എടുക്കാം. പിന്നെ തക്കാളി ഇതാ നല്ല വലിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കുക, അല്ലെങ്കിൽ തക്കാളീൻ്റെ പുളിക്കനുസരിച്ചിട്ട് ഇതിലൊക്കെ മാറ്റം വരുത്താം. ഇനി ഇത് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വരുന്നത് വരെ അമർത്തി കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടും ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മളെ ഈസി ബിരിയാണിയിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ തൈരിൽ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മളെ ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ചെറുതായി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതിൽ കുറച്ച് പുളീൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉള്ളി പൊരിക്കാനെടുത്തിട്ടുള്ള ഓയിൽ, അതായത് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഉള്ളി പൊരിച്ചെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 കൈയിലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ കുഴക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നും പിന്നെ നമ്മൾ ആ തൈരിൽ നിന്നൊക്കെ ഉള്ള വെള്ളം തന്നെ ഉള്ളൂ. ഇനി ഇതിവിടെ കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ. നമുക്ക് അരി പുഴുങ്ങി ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ അരി പുഴുങ്ങിയെടുക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ കുറച്ച് ഏലക്കായ ചതച്ചെടുത്തതും പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലില്ലാത്ത ഇറച്ചി എടുത്തുകൊണ്ട് തന്നെ ഇറച്ചി കുറച്ച് അധികം ഉണ്ടാവില്ല, അതുകൊണ്ട് 5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുകയാണെങ്കിൽ 4 കപ്പ് അരി കറക്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതുപോലെ അരി പുഴുങ്ങി ഊറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അടുപ്പിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ കുറച്ചധികം വെള്ളത്തിൽ തന്നെ അരി വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ അരി വെള്ളം പിടിച്ച പോലെ ഉണ്ടാവും.
ഇനി നിങ്ങൾക്ക് ഇതേപോലെ വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പോൾ വെള്ളം വറ്റിച്ചിട്ട് വേവിച്ചെടുക്കല്ലോ, അതേപോലെ ചെയ്തെടുക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ എടുക്കുന്ന അരിൻ്റെ അതേ കണക്കിന് തന്നെ വെള്ളം എടുത്താൽ മതി. അതായത് 5 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 5 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുക. ഇനി അരി കുറച്ച് വേവ് കൂടുതലൊക്കെ ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഉള്ളിൽ അരി കടിക്കുന്ന ഒരു വേവ്. ഈ സമയം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. നല്ലോണം വെള്ളം വാർത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മസാലൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ പകുതി അരി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ ഇതാ ഒരു പകുതി തക്കാളി സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. അത് പൊരിച്ചെടുക്കാൻ എടുത്തിട്ടുള്ള ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ വിതറിയിട്ട് കൊടുക്കാം. ബാക്കി ചോറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതാ കുറച്ച് ഉള്ളി പൊരിച്ചെടുത്തതും കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇനി ഇതാ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അത് നിങ്ങൾ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ഈ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അടുപ്പിന് ചൂട് കുറവാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ആവി വന്ന് തുടങ്ങും. എന്നാൽ കുറച്ചും കൂടെ സമയം നമ്മൾ കത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ അത് നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പാത്രം ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക, എല്ലാ ഭാഗത്തും ചൂട് തട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പാം. ഇനി നമുക്ക് ചെറിയൊരു മിക്സിങ്ങും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ബിരിയാണി സാധാരണ ചോറും മസാലയും സെപ്പറേറ്റ് ആയിട്ടാണ് വിളമ്പുക. അപ്പോൾ ഞാനിത് ചോറൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മാക്സിമം ചോറ് മസാലയിൽ മിക്സ് ആവാത്ത രീതിയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ മസാലേൻ്റെയും ചോറിൻ്റെ ഇടയിൽ ഒരു ചെറിയ കഷ്ണം വാഴൻ്റെ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കിത് മിക്സ് ചെയ്തിട്ടാണ് വിളമ്പാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മസാലയ്ക്ക് ഈ മഞ്ഞ കളർ വേണ്ടെന്നാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം കേട്ടോ. ഇനി അഥവാ അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കോരിയെടുത്തിട്ട് ചോറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ചോറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിയിലത്തെ ചോറ് നല്ല മഞ്ഞ കളറായിരിക്കും, മേലത്തെ ചോറ് നല്ല വൈറ്റ് കളറും ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ വിളമ്പാം. ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടിൽ കഴിക്കണം. ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ തേങ്ങാ ചട്നിയും കാരക്കച്ചാറും പിന്നെ തൈരുമാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ബിരിയാണി മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ബിരിയാണി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അതേപോലെ തന്നെ നമ്മൾ ചാനലിൽ 2 തരത്തിലുള്ള ചിക്കൻ ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോ കുറച്ചെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.